നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് പുനരുദ്ധരിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും അവസരങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും വന്നു ചേരുവാനിടയുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ അതാതിന് തത്തുല്യമായിട്ടുള്ള ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനിടവരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും നന്മകൾ സ്വീകരിക്കുവാനും തിന്മകളെ ത്യജിക്കുവാനുമുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. കർമ്മമണ്ഡലങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി ഭാവിയിലേക്ക് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരും. ഉദര നീർദോഷ രക്ത സമ്മർദ്ദ ദോഷങ്ങളെ കൊണ്ടും അസുഖങ്ങൾ അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാനിടവരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടയുണ്ട്. പലപ്പോഴും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള പല ബന്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുകയും അതിനൊരു പൂർണ്ണ രൂപം സമർപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി സമർപ്പിക്കുവാനും ഒരുപക്ഷെ ഈ മാസത്തിൽ തന്നെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സ്ഥാനക്കയറ്റത്തോടുകൂടി ഉത്തരവാദിത്വങ്ങൾ ആ ഒരു തസ്തികയിൽ എത്തിച്ചേരുവാനും ഇടയുണ്ട്. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മുടങ്ങി കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. സാമൂഹ്യ സേവനങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പലപ്പോഴും മഹത് വ്യക്തികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികളും ആശയങ്ങളും സ്വന്തം ജീവിതത്തിലും കർമ്മമണ്ഡലങ്ങളിലും അവലംബിക്കുവാൻ തീരുമാനിക്കും. ഗതകാല സ്മരണകൾ സ്വീകരിക്കുന്ന ഗതകാല സ്മരണകൾ ഉണ്ടാകും വിധത്തിൽ സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരം വന്നു ചേരും. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സർവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായുള്ള ആശയങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ വ്യാപാര വിപണന വിതരണ മേഖലയുടെ തുടക്കം കുറിക്കുവാനും എന്നാൽ പ്രാഥമികമായിട്ടുള്ള ചർച്ചയിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും നിരുപാധികം പിന്മാറുവാനും സാഹചര്യങ്ങൾ വന്നു ചേരും. അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. പ്രവർത്തന തലങ്ങളിൽ ഉത്സാഹത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് തണുപ്പ് സഹിക്കാൻ സാധിക്കാത്തത് കൊണ്ടും മാതാപിതാക്കളെ ഇനി മുതൽ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ടും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളെ കൊണ്ടും ആ നിക്ഷിപ്ത കാര്യങ്ങളിൽ വളരെ ജ്ഞാനമുള്ളത് കൊണ്ടും അതിനെല്ലാം ഉപരിയായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് വഴിയും എല്ലാം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്.
ഇതാണ് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാസത്തിലെ, അതായത് മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ തൊഴിൽ മേഖലകളിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിലും മേലധികാരികളും ഉടമസ്ഥരും പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് പദ്ധതികൾ വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉന്നത പദവിയോടുകൂടി ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ള സ്ഥലത്ത് തന്നെയായിരിക്കും ഇപ്പോൾ പ്രവേശനം ലഭിക്കുക അല്ലെങ്കിൽ നിയമനാനുമതി ലഭിക്കുക. പക്ഷേ ജൂൺ മാസത്തിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനമാറ്റത്തിന് പോലും സാധ്യത കാണുന്നതുമുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് വ്യാവസായികമായിട്ടുള്ള മേഖലകൾ തുടങ്ങിയാലോ എന്ന പല ആലോചനകളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി വിതരണ മേഖല വിപുലമാക്കുവാൻ ആധുനിക പ്രവചന രീതികൾ അംഗീകരിക്കുവാനും അവലംബിക്കുവാനും യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലർക്കും ഇന്ത്യയിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ, അതായത് തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഇന്ത്യയിൽ പ്രവേശനം ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അന്വേഷിക്കുവാനും അപേക്ഷകൾ നൽകുവാനും പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാനും യോഗമുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. മാതാപിതാക്കളുടെ പ്രായാധിക്യം കണക്കിലെടുത്തുകൊണ്ട് ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകും വിധത്തിൽ ഒരു ഗൃഹം വാങ്ങിക്കുവാനോ വാടകയ്ക്കെടുക്കുവാനോ സാധ്യത കാണുന്നതുമുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. ദാമ്പത്യ ജീവിതത്തിൽ അഥവാ കുടുംബ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പലപ്പോഴും വാഹന ഉപയോഗം, പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. അതായത് പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഒരുപക്ഷെ അമിത വേഗതയുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള യാത്രയും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുന്നത് വഴി ഒരു പക്ഷേ നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നത് വഴി അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് ഏറ്റെടുക്കുവാനും, അതായത് പുതിയതായിട്ടുള്ള കരാർ ജോലികളായിരിക്കാം, സ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും 2026 ജൂണിന്റെ ഉള്ളിൽ തന്നെ അതൊരു പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിൽ കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും ഒപ്പുവയ്ക്കുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും അനുഭവജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ടും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പുതിയ ഭരണ സംവിധാനം അവലംബിക്കാൻ ഇടവരും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ഇനി ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഫലം അല്ലെങ്കിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട മുമ്പ് മേലധികാരികൾ അനുവർത്തിച്ചു വരുന്ന പാത തുടരുവാനും അതിനോടൊപ്പം തന്നെ ആധുനിക സംവിധാനം അവലംബിക്കുവാനുമുള്ള അവസരം വന്നു ചേരുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. വേറെ ചിലർക്ക് തണുപ്പ് രാജ്യത്തിൽ നിന്നും, തണുപ്പ് കൂടുതലുള്ള രാജ്യത്തിൽ നിന്നും മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക്, സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുവാനോ അതിന് തക്കവണ്ണം ജോലിക്കോ അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള നഷ്ടമുണ്ടാകുന്ന ബന്ധുമിത്രാദികൾക്ക് ആശ്വാസം നൽകുവാനും
അവരുടെ കർമ്മമേഖലകൾ പുനരുദ്ധീകരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. മോഹവില കൊടുത്ത് സമീപത്തുള്ള ഭൂമി വാങ്ങിയാൽ അബദ്ധമായി തീരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവരാണ്, ബന്ധുമിത്രാദികളാണെങ്കിൽ പോലും നിരുപാധികം പിന്മാറുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ അവരിൽ നിന്നും ചില അലോഗ്യമായിട്ടുള്ള ഒരവസ്ഥയോ ശത്രുതാ മനോഭാവങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും ജീവിതമാണ് ഏറ്റവും പ്രധാനം എന്ന ബോധ്യത്തോടുകൂടിയും അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടും പിന്മാറുവാനുള്ള ഒരു അവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സൽപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധിയോ പിടിപെടുവാനിടയുണ്ട്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥലത്ത് ചിലർക്ക് പകർച്ചവ്യാധി പിടിപെടുന്നതിനാൽ ഈ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വേറെ ചിലർക്ക് സഹപ്രവർത്തകർ അവധിയിലായതിനാൽ ഈ മാസത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ 2-3 മണിക്കൂർ ദിവസവും ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളിലും സ്വല്പം ആശങ്ക വർദ്ധിക്കുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ടും ക്ഷമയോടുകൂടിയും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം എല്ലാം ശുഭകരമാക്കി തീർക്കുവാനുള്ള അവസരം മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.